ഹലോ ആ ഹലോ എവിടെ സ്നേഹിപ്പില്ലേ? എന്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞായിരുന്നു. എന്താ പരിപാടി? എന്താ നിങ്ങളെല്ലാരും എന്താ പരിപാടി? ഓ ചില്ലിങ് ആണല്ലേ? ഞാനും സത്യം ചില്ലിങ് ആണ്. സത്യം പറഞ്ഞ മടുത്ത് ഈ പ്രശ്നങ്ങൾ പഴക്കൊന്നും കഴിയും. ഇപ്പൊ ഇങ്ങനെ ചില്ലി കിടക്കുക. പിന്നെ പുതിയ ലുക്ക് എങ്ങനെ ഉണ്ട് സാൻഡ്രേ? ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഇങ്ങനെ ഈ കോട്ടൺ സൂട്ടും മറ്റേ അങ്ങനത്തെ ഗാങ്സ്റ്റർ ലുക്ക് ഒന്നും ആർക്കും വലിയ താല്പര്യമില്ല. ഇതൊക്കെയാണ് താല്പര്യം. പിന്നെ ഇരുന്നോ എല്ലാരും ഇരുന്നോ? എന്റെ സൈഡിലായിട്ട് ഇരുന്നു. ആ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുനിമോനെ മിസ് ചെയ്യാറുണ്ടോ ഇപ്പൊ സാൻഡ്രേ? സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ, സാൻഡ്ര അത് മറക്കണം. എന്നിട്ട് ഈ സിറ്റിയിൽ എന്തോരം നല്ല പയ്യന്മാരുണ്ട്. അവരൊക്കെ നല്ലൊരു ലൈഫിലേക്ക് പോകണം, മനസ്സിലായില്ലേ? ഇപ്പൊ തന്നെ സാൻഡ്ര മൂക്കിടിച്ച് വീണ് നോക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെ എല്ലാം നോക്കുന്ന ഒരു പയ്യനെ വേണം നമുക്ക് നോക്കാൻ. അല്ലാതെ ഇങ്ങനെ വല്ലപ്പോഴും വന്നിട്ട് സുഖമാണെന്ന് ചോദിക്കുന്ന തെണ്ടികളെന്നും എന്റെ ഒരു അഭിപ്രായത്തിൽ പ്രേമിക്കും. ആണല്ലേ? ഓ മോശം. എന്നൊക്കെ ഇങ്ങനെയുള്ള എന്റെ അനിയനായി പോയല്ലോ എന്ന് ഓർക്കുമ്പോ മാത്രം എനിക്കൊരു വിഷമം. ഇങ്ങനെയുള്ളമാരൊക്കെ അയ്യേ അവരുമായിട്ടാ ഭയങ്കര മോശമായി പോയി. UK ടോമിനെയൊക്കെ പ്രേമിക്കാനായിട്ട് ഇവിടെ ഈ സിറ്റിയിലെ പെമ്പിള്ളേർക്ക് കണ്ണില്ലേ? ആർക്ക്? UK ടോമിനെ? രാവിലെ ഒരു ഗേൾഫ്രണ്ട്, രാത്രി ഒരു ഗേൾഫ്രണ്ട്. അവനും ഉണ്ടല്ലേ 2 ഗേൾഫ്രണ്ട്? അവസാനം 2 ഗേൾഫ്രണ്ട്സ് രണ്ടുപേരുടെ കൂടെ പോയി. അതിനൊന്നും ഗേൾഫ്രണ്ട് ഒന്നും അല്ലല്ലോ പറയുന്നത്. ഈ ചേട്ടന് ഗേൾഫ്രണ്ട് ഒന്നുമില്ല. എന്തൊരു പരിപാടി? ഞാൻ എല്ലാരും ഒന്ന് പരിചയപ്പെടുകയൊക്കെ ആയിരുന്നു, മനസ്സിലായോ? എന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയായിരുന്നു, സാൻഡ്രയുടെ വിഷമങ്ങളൊക്കെ. നീ കടയുടെ അകത്തുനിന്ന് വെള്ളോട്ടിറങ്ങി ഇങ്ങോട്ട് തലയൊക്കെ അകത്ത് പോയി. നിങ്ങളൊക്കെ കൊറേ നാളായിട്ട കമ്പനിയാണ്? ഇന്നലെ വന്നല്ലോ സിറ്റിയിൽ. ആണാ? ഓക്കെ ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോ 3 ദിവസമായി. ആണല്ലേ? ഞാൻ വന്നിട്ടൊരു 3 വർഷമായി, ഒരു ഗുണവുമില്ല. എന്നിട്ട് ഇപ്പോഴും ഗ്രേറ്റ് നടക്കുന്നുണ്ടില്ലേ? കുഴപ്പമില്ല, ഇതൊക്കെ ശരിയായിക്കോളും. എല്ലാം സെറ്റാവും. അതാണ് എന്റെ എല്ലാത്തിനും സമയം കാലം ഉണ്ടല്ലോ. നേരത്തെ എന്തായാലും ചോദിച്ചത് ഗേൾഫ്രണ്ട് ഉണ്ടോന്നല്ലേ ചോദിച്ചത്? അങ്ങറ്റത്തിരിക്കുന്ന ആള്. 3 വർഷത്തിന്റെ ഇടയില് 2 റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഒരാള് ലൈക്ക് ഒന്നും പറയാതെ ഒരു പോക്കങ്ങ് പോയി, പിന്നെ കണ്ടിട്ടില്ല. രണ്ടാമത്തെ ആള് വല്ലാത്തൊരു വാക്കും പറഞ്ഞിട്ടൊരു പോക്ക് പോയി, പിന്നെ കാണണ്ടാന്ന് ഞാനും വിചാരിച്ചു. അയ്യോ അതൊരു ചലഞ്ച് തന്നു ഒരാള്. അപ്പൊ ആ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ്. അതിനുശേഷം കണ്ടിട്ട് പോലും ഇല്ല, അത് ആ വഴി പോയി. ഇല്ലില്ല, അതാ സ്നൈപ്പിന് അറിയില്ല. സ്നൈപ്പ് എനിക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോ? സ്നൈപ്പ് വേണ്ട. സ്നൈപ്പിനും ഗേൾഫ്രണ്ട് ഇല്ല, എനിക്കും ഗേൾഫ്രണ്ട് ഇല്ല. സ്നൈപ്പിന് ഇപ്പൊ അനു പൂക്കിയാണ് ഇപ്പൊ കമ്പനി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കൂട്ടുകാരി അത് തന്നെ, അതാണ് ഇപ്പൊ ആകെയുള്ള കൂട്ടുകാരി എന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ കൊള്ളാല്ലേ സ്നേഹിപ്പേ? ഞാൻ പറഞ്ഞേ സ്നേഹിപ്പേ, ഞാൻ ഇപ്പൊ പഴയ പോലെ ഒന്നല്ല, ചേഞ്ചായി. രായനെ കൊണ്ട് ഒരു സമാധാനം ഇല്ലല്ലേ? ഒരു രായ പറ രായ, ഞാൻ ഒരു കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കാന്ന് വിചാരിച്ച് ഇറങ്ങിയാണ്, അല്ലാതെ ആരെ ഒറ്റയ്ക്കാക്കിയതല്ല രായ, വേറെ ഒന്നുമില്ല. ഹലോ, ഇതെന്തൊരു കഷ്ടം, ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റൂലേ?
സ്നൈപ്പേ എനിക്ക് ഇവനെയൊക്കെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടാ സ്നൈപ്പേ. എന്നെ കൺട്രോൾ ചെയ്യാൻ വരുന്നത്. റേഡിയോ കേറാത്തത്. ഞാനങ്ങ് റേഡിയോ ഇറങ്ങാല്ലേ നൈസിന്, അതാണ് നല്ലത്. ഫ്ലഫിയോണ്ടല്ലേ എടാ അവരെ ഒട്ടും വരില്ല. ഇതാരാ അമ്പത്തൂന്റെ ആരാണ്? അല്ല അമ്പത്തൂരിന്റെ ഫ്രണ്ടാ ഫ്രണ്ടാ. ഇങ്ങൊന്നാണ് ഇനി എന്താണ് സ്നൈപ്പർ? വന്നേ എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട്. ഒരു കാര്യം പറയാനുണ്ട്. എടാ ഇത് മറ്റേ അമ്പത്തൂരിന്റെ കൂടെ ഇന്നലെ മറ്റേ ഫുൾ ടൈം ഉണ്ടായിരുന്ന ആ കൊച്ചാടാ? ഏ അതെ. ഓ അപ്പൊ പിന്നെ ഞാൻ പിന്നെ വരടാ. ഇത്ര അമ്പത്തൂര് എന്നെ അണ്ണാന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. എനിക്കത് മാറ്റി വിളിപ്പിക്കാൻ താല്പര്യമില്ല. ഞാനും ഇന്നലെ എന്തൊരു വലിയ പ്രശ്നം എന്നൊക്കെ അറിയത്. ഇനി എനിക്കൂടി വയ്യ. ആ അമ്പത്തൂര് വരും. ഇന്നലെ നാളെ വരും. അമ്പത്തൂരിനെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? അമ്പത്തൂരിന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആണെന്ന് ഇപ്പഴാണ് അറിഞ്ഞത്. ഞാൻ മറന്നുപോയി. ഇന്നലെ അറിഞ്ഞായിരുന്നു. വിഷമിക്കണ്ട. നാളെ വരും. അമ്പത്തൂര് നാളെ വരും. ഇല്ലെങ്കിൽ കുറച്ചുകൂടി ലേറ്റ് ആകുമ്പോൾ വരും. ചില സമയത്ത് അവൻ ലേറ്റ് നൈറ്റ് ആണ്. അവൻ മെയിനായിട്ട് രാത്രിയൊക്കെയാണ് അവൻ വരുന്നത്. അവൻ വരും രാത്രി ആകുമ്പോൾ വരും. അനുഗ്രഹം വേണം. ആണോ? എന്റെ എല്ലാ അനുഗ്രഹമുണ്ട്. ഇതിലെ നന്നായി വരട്ടെ. അനുഗ്രഹം ആ വേണ്ടല്ലേ, സോറി. അല്ല ഞാൻ ഇരുന്ന് ഓ കുഴപ്പമില്ല. എനിക്ക് അനുഗ്രഹം ഉണ്ട്. അത് ഉണ്ട്. എന്റെ അനുഗ്രഹം ഉണ്ട്. പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. എല്ലാം ശരിയായി വരും. ഒരു ഫോട്ടോ എടുക്കാൻ അണ്ണന്റെ കൂടെ. ആരാ ഫോട്ടോ? അണ്ണന്റെ കൂടെ അണ്ണനെ കയ്യിലെടുത്തിട്ടെ ഒരു ഫോട്ടോ എടുക്കാൻ. നമ്മളെല്ലാവരും കൂടെയുള്ള ഫോട്ടോ അല്ലേ? ആ അവനെയൊന്നും ആവശ്യത്തിനല്ലേ കാണൂലല്ലോ. അല്ലെങ്കിൽ വരും. ഇതാര്? ഫോട്ടോ. ഓ ഫോട്ടോയ്ക്ക് വേണ്ടി നീ ഫോട്ടോ എടുക്കുമ്പോ പൊക്കിയാ പോരെ, ഇപ്പഴേ പൊക്കണോ? ഓ കിട്ടുന്ന അവസരം ഒന്നും വിടല്ല. അങ്ങ് കേറി ഫോട്ടോ എടുക്കാൻ ക്യാരി ഒരാളാ. എനിക്ക് ക്യാരി ചെയ്യാനായിട്ട് ആരുമില്ലല്ലോടാ. നമുക്ക് അങ്ങനെ ഞാൻ എടുക്കണോ? അല്ല അത് ഫോട്ടോ എടുക്കാറല്ലേ? നിങ്ങളെ ഫോട്ടോ എടുത്തോ? ഞാൻ എവിടെ ലൈക്ക് അല്ല ഞാൻ നിങ്ങൾ എടുത്തോ, ഞാൻ ഫോട്ടോ എടുത്തരാം. അല്ല സരക്കണ്ണ നമ്മള് രണ്ടുപേരും എടുക്കാൻ. ആര്? ഞാൻ നിന്നെ എടുക്കണോ? ഇല്ല സാറിന്റെ ഫോട്ടോ എടുത്തോളൂ. നമ്മള് അയ്യോ അത് അമ്പത്തൂരെ കാത്തിരിക്കുന്ന കൊച്ചിന്റെ അടുത്ത് ഞാൻ ഫോട്ടോ എടുക്കുന്നത് ശരിയല്ല. അത് ശരിയല്ലടാ. അമ്പത്തൂര് ഇന്നലെ കൊന്ന് കുട്ടിക്ക് അമ്പത്തൂരിനെ കൊന്നല്ലേ? അല്ല അത് മനപ്പൂർവല്ല, അത് കുഴപ്പമില്ല. അതൊരു അമ്പത്തൂരിനെ കാത്തിരിക്കുന്നു. സ്നൈപ്പേ തപ്പ്. അത് ചെയ്തുകൂടാ. നമ്മളെ ഒരു എന്തൊക്കെ പറയാലും നമ്മളെ അനിയൻ പേരാണ് അത്. അവന് ഇഷ്ടമുള്ള ഒരു കൊച്ചെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമ്മളത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. കുഴപ്പമില്ല. ഇത് ഇവന്റെ ഫോട്ടോ എടുത്തു കൊടുത്തു. ഞങ്ങള് കൊറേ ഫോട്ടോ ഉണ്ട് കയ്യില്. ഇൻസ്റ്റാഗ്രാം കണ്ടില്ലേ? സാൻഡ്ര എടുത്തു. അതാവുമ്പോ കുഴപ്പമില്ല. സാൻഡ്ര എന്റെ പെങ്ങളാണ്. ഒരു എന്നെ ഒന്ന് രക്ഷിക്കണം കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പൊ പെനഞ്ഞിരിക്കുകയാണ്. എനിക്കൊന്നും കണ്ടുകൂടാ. എന്നെ ആ റൂമിന്റെ അകത്തോട്ട് കൂട്ടിയല്ലേ? വന്നു. അയ്യോ അപ്പൊ ജനിക്ക് വിഷമമില്ല. ജനീനെ രായ ഞാൻ ഇപ്പൊ അങ്ങോട്ട് ഒരു സെക്കൻഡ് ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ചാണ്. സാൻഡ്രയോട് ഒരു ഫോട്ടോ എടുക്കാൻ വന്നു. സാൻഡ്രയോട് അതായിരുന്നു. സാൻഡ്രക്ക് എന്നെ കൊണ്ട് ഒരു ഫോട്ടോ എടുത്തേ പറ്റുള്ളൂ നിർബന്ധം. എടുത്തിട്ട് അപ്പൊ വരുമ്പോഴത്തേക്ക് കയറാം. അതൊക്കെ പറ്റി എന്തൊക്കെ സ്നൈപ്പേ ഫോട്ടോ വരുമ്പോ കേട്ടാ. ഇറക്കുന്നു. കൊച്ചിരി കാലിന് കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഒരുപാട് അവൻ തൂക്കണ്ടാക്കുന്നു. ടോമുണ്ടാ? അല്ലേലും അവനെ നമ്മളെ വിളിച്ച് എടുക്കത്തൊന്നുമില്ല. സത്യം പറയല്ലേ, അവനെയൊക്കെ കൊണ്ടൊരു ഗുണമില്ല. സ്നൈപ്പ് നല്ലൊരു അനിയനാണ് കേട്ടോ. എന്നോട് എപ്പോഴും പറയും ഇങ്ങനെ നടക്കണ്ട, ഞാൻ പൊക്കി കൊണ്ടുപോയിക്കോളാന്ന്. അനിയനാണ് അപ്പൊ സ്നൈപ്പ്? എന്റെ അനിയനെന്നുള്ള രീതിയില്ല അങ്ങനെ. ഓ ഞാൻ വിചാരിച്ച് അനുവിന്റെ അനിയനാണ് നല്ലൊരു അനിയനാണെന്ന് വിചാരിച്ചിടും. ഇല്ല എന്റെ അനിയന്മാരെല്ലാം നല്ലതാണ്. എന്റെ അനിയന്മാരും
മോശമായിട്ട് ആരും ഇവിടെ ഇല്ല, എല്ലാ അനിയന്മാരും നല്ലതാണ്. സ്നൈപ്പിനെയൊക്കെ കണ്ണും പൊട്ടി വിശ്വസിക്കാം, ഒരു പ്രശ്നമില്ല. അതെ അതെ അതെ, എന്നേക്ക് അവനൊക്കെ ഡെയിലി ഓടിക്കാറാണ് പതിവ്. എത്ര ഗ്യാങ്ങുകളുടെ പുറകെ കിടന്നാ ഓടുന്നത് ഓരോന്ന് കാരണം. എന്തായാലും കൊള്ളാം, നിങ്ങളൊക്കെ സന്തോഷായിട്ടിരി. ഞാനെന്നാ അങ്ങോട്ട് പോവാ, പിന്നെ വരാം. ഓ പോയി വരാ. ടാറ്റാ. പോയി കുമ്പച്ചി വേല വിളിച്ചോല്ലോ എന്നെ ഇങ്ങനത്തെ. അവൻ വിളിച്ചേക്കെ തന്നെ കള്ള കഴിവേറ്. ആണാ? അവ എത്തുമ്പോ എന്നെ ഒന്ന് വിളിച്ചാ ഞാൻ അപ്പഴത്തേക്ക് ഇങ്ങോട്ട് വരാം. ഞാനൊന്ന് രാവിലെ അടുത്ത് ഞാൻ മുതുക്കി കാണും, എന്നെ ഒന്ന് വിളിച്ചാൽ ഞാൻ പെട്ടെന്ന് വരാമല്ലോ. വിളിച്ചാൽ മതി, എത്തുമ്പോ സെറ്റ് ഞാൻ വരാം. ഓക്കെ.